ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വ്യക്തികൾക്ക് അവരുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുവാനുള്ള ധാരാളം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അറിയപ്പെടാനും അഭിനന്ദിക്കപ്പെടുവാനും ആഘോഷിക്കപ്പെടാനുമുള്ള ആഗ്രഹം ആളുകളെ ദൈവത്തെയും അവന്റെ മാർഗനിർദ്ദേശത്തെയും ഒഴിവാക്കുന്ന ഒരു പാതയിലേക്ക് നയിച്ചേക്കാം. നമ്മുടെ സമകാലിക സംസ്കാരത്തിൽ പലരും പ്രശസ്തിക്കായി കൊതിക്കുന്നു. ശ്രദ്ധിക്കപ്പെടുവാനുള്ള ആഗ്രഹം മാനുഷികമാണ്. ബാബേൽ ഗോപുരത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ ദൈവത്തെ അവഗണിച്ചുകൊണ്ട് പ്രശസ്തി നേടുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ച് ശക്തമായ ഒരു മുന്നറിയിപ്പ് നമുക്ക് കാണാം. നമ്മുടെ വിശ്വാസയാത്രയിൽ നാം ചില വഴികളിലൂടെ കടക്കുവാൻ പോകുന്നു. ഇവിടെ നാം തീരുമാനിക്കണം, നമ്മുടെ സ്വന്തം വഴികൾ തേടണോ അതോ ദൈവത്തിന്റെ ഉയർന്ന പാത പിന്തുടരണോ എന്ന്. ഓർക്കുക, ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളെക്കാൾ ശ്രേഷ്ഠമാണ്. ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നതിന്റെ പരിണിതഫലം പലപ്പോഴും ഭയാനകമാണ്. വരുവീൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കുവാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്ന് പറഞ്ഞു. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിലൊക്കെയും നിറവീൻ എന്ന ദൈവത്തിന്റെ കൽപ്പനയോടുള്ള വ്യക്തമായ അനുസരണക്കേട്. പേരുണ്ടാക്കുവാനുള്ള ആഗ്രഹം മാനുഷികമാണ്. ഈ ആഗ്രഹം ഇന്നും മനുഷ്യർക്കിടയിൽ വ്യക്തികളായും സംഘടിതമായും നാം കാണുന്നു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് ദൈവം ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല. വരുവീൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. അന്നുവരെ ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ സംസാരവുമായിരുന്നു. അങ്ങനെ യഹോവ അവരെ ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളയുകയാൽ അതിന് ബാബേൽ എന്നു പേരായി. ദൈവത്തോടുള്ള അനുസരണത്തിന് പകരം സ്വാർത്ഥ താൽപര്യങ്ങളാൽ നയിക്കപ്പെടുന്നത് അപകടകരമാണെന്ന് ബാബേൽ ഗോപുരത്തിന്റെ തകർച്ച നമ്മെ പഠിപ്പിക്കുന്നു. ദൈവമില്ലാതെ നിർമ്മിക്കപ്പെടുന്ന ഏതൊരു അടിത്തറയും തകരുമെന്ന കാര്യം ബാബേൽ നമ്മെ ഓർപ്പിക്കുന്നു. മാനുഷിക ഐക്യവും പുരോഗതിയും ദൈവിക അനുസരണത്തിൽ അല്ലെങ്കിൽ അത് നഷ്ടമാകും. പ്രശസ്തിക്ക് വേണ്ടി നമ്മുടെ ശ്രദ്ധ ദൈവത്തിൽ നിന്നും മാറുമ്പോൾ തകർച്ച സാധാരണമാവുന്നു. നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പുകളും ദൈവിക കൽപ്പനയ്ക്ക് അനുസരണമാകുവാൻ ശ്രദ്ധിക്കുക. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.